എടാ നീ ആരെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കേ, ഞാനും നോക്കാം. പറ്റുമെങ്കിൽ വിളിക്കാം. ശരി, ബൈ. ആദർശം പോയല്ലേ? ആകെ ഉണ്ടായിരുന്ന എംപ്ലോയി അവനായിരുന്നു, അവനും പോയി. ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഈ സ്റ്റാർട്ടപ്പ് കൊണ്ട് ഒരു കാര്യമില്ലാന്ന്. എടാ ഇനി നീ ഇവിടെ തുടങ്ങ്, നിൻ്റെയും കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എടാ നമ്മൾ എത്ര MNC-യിൽ വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്തേ? എത്ര പേരോട് നമ്മൾ ഫൈറ്റ് ചെയ്തു. എടാ ഈ പ്രോജക്റ്റോട് ഇല്ലാതായി പിന്നെ ഈ ഫേം ഇല്ല. എടി ഞാൻ നിന്നെ കുറ്റം പറഞ്ഞല്ല, നിനക്കറിയില്ല എന്തോരം വർക്കിന് തീർക്കാനുണ്ട്. ആൻഡ് വി നീഡ് മോർ പീപ്പിൾ ടു ഡു ദിസ് വർക്ക്. യാർ എടാ ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ഇവിടെ ഓരോ ആൾക്കാരെ ഓരോ കമ്പനി ലേ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിവിടെ വീട്ടിൽ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരുത്തനും പണി വേണ്ട. നീ എന്തിപ്പോ പറഞ്ഞേ? അത് ഞാൻ ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞു. എടാ പറയടാ, നീ എന്തിപ്പോ പറഞ്ഞേ? അതല്ലടി, ഓരോ കമ്പനി ഓരോ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഓരോ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിരുത്തിട്ട് ഒരുത്തനും ഇവിടെ ഇരിക്കണല്ലോ. ഇതാണ് അവസ്ഥ, ഭയങ്കര മോശമാണ്. അത് നല്ലൊരു ഐഡിയ അല്ലേ? നീ എന്ത് ചെയ്യാൻ പോണേ? പറയാം. എടി പറയടി. പറയാടാ. ഡേ ഓഫ് ആയത് എംപ്ലോയീസിനെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്നത് നന്നായിട്ടുണ്ട്. എടി എനിക്ക് വട്ടാണോ? ഇപ്പം വരും. എടാ ഇത് കണ്ട ഒരാളെങ്കിലും വന്ന നമ്മുടെ അച്ചീവ്മെന്റ് അല്ലേ? നോക്കിയിരുന്നു കേട്ടാ, 10,000 പേര് ഇവിടെ ക്യൂ നിൽപ്പുണ്ടാവും. ഹലോ മാഡം, സ്റ്റോറി കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചായിരുന്നു? എടാ ആരെങ്കിലും വരുവടാ, എനിക്ക് ഉറപ്പാ. വരും. ഓർമ്മയുണ്ടായാൽ മതി. താങ്ക് യു. ഞാൻ ചെയ്യാം. നന്നായിക്കോളാം. ഹായ്, ഞാൻ സാന്ദ്ര ശാന്തി. ഓക്കെ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി കണ്ടിട്ട് വന്നതാ. ഫേക്ക് ആണോ എന്നുള്ളത് അറിയില്ല, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വന്നതാ. ശരിക്കും സ്റ്റോറി കണ്ടു വന്നാണോ? ശരിക്കും? ഇത് തന്നെ തരാം. അപ്പൊ ഫേക്ക് അല്ല? അല്ല, കേറിയ. എക്സ്ക്യൂസ് മീ. യെസ്. ഞാൻ ഇൻസ്റ്റയിൽ ഒരു ജോബ് വേക്കൻസിയുടെ ഇത് കണ്ടിട്ട് വരുമായിരുന്നു, ഒരു ആഡ്. ഇത് തന്നെ. ഈ ജോബ് കൺഫേം അല്ല? കൺഫേം ആണ്. വരൂ. താങ്ക് യു. നീ എന്താ പഠിക്കണം? എടി നമ്മളിത് പൊളിക്ക്, നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട്. ഞാൻ നിങ്ങളുടെ ആദ്യം ഹോപ്പ് കളയാൻ നോക്കുകയല്ല, പക്ഷെ ദിസ് വർക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എസ്. ആൻഡ് ഈ ക്ലൈൻ്റാണ് നമ്മുടെ ഹോപ്പ്. നമ്മൾ ഈ വർക്ക് എത്ര നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ള ബേസിസിലിരിക്കും നമ്മുടെ ഈ ഫേമിൻ്റെ തന്നെ എക്സിസ്റ്റൻസ്. ലെയ്ഡ് ഓഫ് ആയ ആൾക്കാരെ വിളിച്ച് കോൺഫിഡൻസ് കളയാമെന്ന് വിചാരിക്കേണ്ട. പക്ഷേ വി ഹാവ് ലെസ് ദാൻ 36 hours. അതിനുള്ളിൽ നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. So let's make it worth, okay? വരാൻ വെച്ച് നടന്നു തന്നെ. I know we are playing a hard game. I don't know we will make it. I don't. നോക്കൂ എൽസ, ഗുഡ് തിങ്സ് ഹാപ്പൻ ഫോർ ദോസ് ഹു വെയിറ്റ് എന്നല്ലേ? Be. ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. പ്രോസസ്സ് ചെയ്യാൻ തന്നെ കുറേ ടൈം എടുക്കും. ശരി, എനിക്കും തോന്നിയിരുന്നു. ഇത് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ തന്നെ 2-3 ദിവസം എന്തായാലും എടുക്കും. 3-4 ദിവസമോ? നമുക്ക് 36 മണിക്കൂർ തികച്ചില്ല. ക്ലയൻറ്റിനോട് എന്ത് പറയാനാ? പക്ഷെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം.
സമയം കളയണ്ട. ഇതിപ്പോൾ ഒരു വിധത്തിൽ തീർത്തിട്ടുണ്ട്, പക്ഷേ റിസൾട്ടിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇത് കൊടുത്താൽ ക്ലയൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ക്ലൈൻ്റ് കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഫേം തന്നെ ഉണ്ടാവില്ല. പക്ഷെ ഒരു ഉറപ്പില്ലാതെ കൊടുത്തിട്ട് ഓക്കെ ഗൈസ്, ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ്. വെറുതെ ഇനി ഇതുകൂടെ കൊടുത്ത് ക്ലൈൻറ്റിൻ്റെ വൈകുന്ന ചെയ്ത് കേൾക്കണ്ട. കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല എന്നല്ലേ ഉള്ളൂ. അത് ഞാൻ സോർട്ട് ഔട്ട് ചെയ്തോളാം, കുഴപ്പമില്ല. നമുക്കിത് ഡ്രോപ്പ് ചെയ്തേക്കാം. നിക്ക്, എന്തായാലും ഇത്രയൊക്കെ ആയി, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു, നമുക്കിത് വെച്ച് മുമ്പോട്ട് പോവാം. വേണോ? വേണം, നോക്കാം, പോയി നോക്കാം. എടീ, ഇതേ ക്ലയൻറ്റിൻ്റെ റിപ്ലൈ മെയിൽ വന്നിട്ടുണ്ട്. എടീ, ക്ലയൻറ്റ് പ്രൊജക്റ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ ഈ പറയുന്നതൊക്കെ ശരിയല്ലേ? Good things really happen for those who wait.